ശ്രീലങ്കയിലെ ഒരു സിംഹള സ്ത്രീയും അവളുടെ ഭർത്താവും ഉപജീവനത്തിനായി തമിഴകത്തിലെത്തി. ഇവരുടെ മകനായിരുന്നു സട്ടൈമുനി. സട്ടൈമുനി വളരെ ചെറുപ്പം മുതൽ തന്നെ ധ്യാനം, ഭക്തി എന്നിവയിൽ അതീവ തൽപരനും ജ്ഞാനമാർഗിയും ആയിരുന്നു. മകൻ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുമോ എന്ന് ഭയന്ന് മാതാപിതാക്കൾ ലൗകിക ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അത്യധികം നിർബന്ധിച്ച് വിവാഹവും നടത്തി. എന്നാൽ സട്ടൈമുനിക്ക് വിവാഹ ജീവിതത്തോട് തീർത്തും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം വീട് വിട്ടിറങ്ങി. കാടും മലകളും താണ്ടി സഞ്ചരിച്ച അദ്ദേഹം ഭോഗർ, തിരുമൂലർ, അഗസ്ത്യർ എന്നീ മഹാസിദ്ധന്മാരെ ദർശിച്ച് അവരിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു. ഒരിക്കൽ സട്ടൈമുനി രോമ മഹർഷിയെ പൊതിഗൈ മലയിൽ വെച്ച് ദർശിച്ചു. കൈലാസത്തിൽ പോകാതെ തന്നെ പൊതിഗയിലേക്ക് ശ്രീ പരമേശ്വരനെ ആനയിക്കുന്ന അത്യത്ഭുതമായ തപസ്സിൽ മുഴുകിയിരുന്നു രോമ മഹർഷി. അങ്ങനെ ശ്രീ പരമേശ്വരൻ രോമ മഹർഷിക്ക് ദർശനവും നൽകി. ഇപ്രകാരം അരുളി ചെയ്തു: മഹർഷി, ഗംഗയ്ക്ക് തുല്യമായ ഒരു നദി അഗസ്ത്യ മഹർഷിയാൽ ഇവിടെ സൃഷ്ടിക്കപ്പെടും. താമ്രഭരണി എന്ന ആ നദി ഒരിക്കലും വറ്റാത്ത ജീവനദിയായി ഒഴുകും. ആ നദിയിൽ നീ 9 താമര പുഷ്പങ്ങൾ നിക്ഷേപിക്കുക. അവ എവിടെയെല്ലാം കരകളിൽ ഒതുങ്ങുന്നുവോ അവിടെയെല്ലാം ശിവലിംഗവും പ്രതിഷ്ഠിക്കുക. കൈലാസത്തിനെ പോലെ ഈ പൊതികയും എൻ്റെ ഇരിപ്പിടങ്ങളിൽ ഒന്നായി മാറുമെന്ന്. ഇതാണ് ഇപ്പോൾ നവ കൈലാസങ്ങൾ എന്ന പേരിൽ തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലായി ഉള്ളത്. അവ പാപനാശം, ചേരൻ മഹാദേവി, കോടകനല്ലൂർ, കുന്നത്തൂർ, മുറപ്പനാട്, ശ്രീവൈകുണ്ഠം, തെൻ തിരുപ്പേരൈ, രാജാപതി, ചേർന്ത പൂമംഗലം ഇവയാണ്. ഇതിൽ ആദ്യ 3 തിരുസ്ഥലങ്ങൾ മേൽ കൈലാസങ്ങൾ എന്നും അടുത്ത 3 തിരുസ്ഥലങ്ങൾ മധ്യ കൈലാസങ്ങൾ എന്നും അവസാന 3 തിരുസ്ഥലങ്ങൾ കീഴ് കൈലാസങ്ങൾ എന്നും തരംതിരിച്ചിരിക്കുന്നു. ഈ നവ കൈലാസ തിരുസ്ഥലങ്ങളിൽ നവഗ്രഹ വഴിപാടുകൾക്കും പ്രാധാന്യമുണ്ട്. കാരണം ഈ തിരുസ്ഥലങ്ങളിൽ നവഗ്രഹങ്ങൾ ശിവപൂജ ചെയ്ത് അനുഗ്രഹം നേടിയതായി പറയപ്പെടുന്നു. ഇതിൽ പാപനാശം, പാപനാശനാഥർ തിരുക്ഷേത്രം, സൂര്യൻ മേൽ കൈലാസം, ചേരൻ മഹാദേവി, ചേരൻ മഹാദേവി കൈലാസനാഥർ ക്ഷേത്രം, ചന്ദ്രൻ മേൽ കൈലാസം, കോടകനല്ലൂർ, കോടകനല്ലൂർ കൈലാസനാഥർ ക്ഷേത്രം, ചൊവ്വ മേൽ കൈലാസം, കുന്നത്തൂർ, കുന്നത്തൂർ കോദ പരമേശ്വരർ ക്ഷേത്രം, രാഹു മധ്യ കൈലാസം, മുറപ്പനാട്, മുറപ്പനാട് കൈലാസനാഥർ ക്ഷേത്രം, ഗുരു മധ്യ കൈലാസം, ശ്രീവൈകുണ്ഠം, ശ്രീവൈകുണ്ഠം കൈലാസനാഥർ ക്ഷേത്രം, ശനി മധ്യ കൈലാസം, തെൻ തിരുപ്പേരൈ, തെൻ തിരുപ്പേരൈ കൈലാസനാഥർ ക്ഷേത്രം, ബുധൻ കീഴ് കൈലാസം, രാജാപതി, രാജാപതി കൈലാസനാഥർ ക്ഷേത്രം, കേതു കീഴ് കൈലാസം, ചേർന്ത പൂമംഗലം, ചേർന്ത പൂമംഗലം കൈലാസനാഥർ ക്ഷേത്രം, ശുക്രൻ കീഴ് കൈലാസം. ഇങ്ങനെ ശിവദർശനം നേടിയ രോമ മഹർഷിയെ ദർശിച്ച സട്ടൈമുനി, മഹർഷി, മനുഷ്യർ മനസ്സിൽ ഒരു ചിന്തയോടെ വെളിയിൽ മറ്റൊന്നായി സംസാരിക്കുന്നു. മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്നതല്ലാതെ അവരവരുടെ കുറവുകൾ കാണുന്നില്ല. ഇത്തരം ജനങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് താങ്കൾ തന്നെ ഒരു ഉപായം നൽകിയാലും എന്ന് അപേക്ഷിച്ചു. അപ്പോൾ രോമ മഹർഷി പറഞ്ഞു: സ്നേഹിത, താങ്കളുടെ ഉന്നതമായ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്നാൽ ശ്രീ പരമേശ്വരന് മാത്രമേ താങ്കളെ സഹായിക്കുവാൻ സാധിക്കൂ. തിരുക്കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ ദർശിക്കൂ. എന്നാൽ ഇവിടെ നിന്നും തിരുക്കൈലാസത്തിലേക്ക് നടന്നു പോകുവാൻ ശ്രമിക്കുന്നതിന് പകരമായി കടും തപസ് ചെയ്ത് അഷ്ടമഹാസിദ്ധികൾ നേടി ആ സിദ്ധിയാൽ ശരീരം ലഘുവാക്കി
ഏത് സ്ഥലത്തിലും എത്തിച്ചേരുക എന്ന് അനുഗ്രഹിച്ചു. സട്ടേമുനി ചതുരഗിരി മലയിലെത്തി. അവിടെ പല സിദ്ധന്മാരും തപസ് അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നെല്ലാം അനുഗ്രഹം നേടിയ സട്ടേമുനി തൻ്റെ തപസ്സിൻ്റെ ഫലമായി അഷ്ടമഹാസിദ്ധികൾ നേടി. അങ്ങനെ അഷ്ടമഹാസിദ്ധികളാൽ തിരുക്കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ ദർശിച്ചു. ശിവദർശനം നേടിയ സട്ടേമുനി വീണ്ടും പൊതികെ മലയിലെത്തി. ജനങ്ങളുടെ പല രോഗങ്ങളുടെയും നിവാരണത്തിനായുള്ള കുറിപ്പുകൾ തമിഴിൽ തയ്യാറാക്കി. അതോടൊപ്പം സുഭിക്ഷമായ ജീവിത മാർഗങ്ങളും മരിച്ചവരെ പുനർജീവിപ്പിക്കാനുള്ള കലകൾ സിദ്ധർ സങ്കേത ഭാഷയിൽ രചിച്ചു. കാരണം സിദ്ധന്മാരുടെ കുറിപ്പുകൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുവാനും അവ തെറ്റായ മാർഗങ്ങളാൽ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുവാനുമാണ് അദ്ദേഹം സിദ്ധ സങ്കേത ഭാഷയിൽ അത് രചിച്ചത്. മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്ന വിദ്യ കുറിപ്പുകൾ ആക്കിയതിനാൽ ശ്രീ പരമേശ്വരനിടം മറ്റു സിദ്ധന്മാർ സട്ടേമുനിയെപ്പറ്റി പരാതി ഉയർത്തി. അങ്ങനെ ഒരിക്കൽ ശ്രീരംഗത്തിലെത്തിയ സട്ടേമുനി രംഗനാഥനെ ദർശിക്കുവാനായി ചെല്ലുന്നതിന് മുന്നേ തന്നെ അർദ്ധസാമ പൂജ ശേഷം നട അടച്ചിരുന്നു. സട്ടേമുനി വെളിയിൽ നിന്നുകൊണ്ട്, രംഗനാഥ, നിന്നെ ഇന്ന് തന്നെ ദർശിക്കുവാനായി ധൃതിയിൽ ഓടി വന്നതാണ്, എന്നാൽ വിഫലമായല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചു. തൻ്റെ ഭക്തന്റെ നിസ്സംഗത കേട്ട രംഗനാഥനായ മഹാവിഷ്ണു നട തുറന്നു. സട്ടേമുനി ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിച്ചതും മഹാവിഷ്ണു തനിക്ക് ചാർത്തിയിരുന്ന ആഭരണം സട്ടേമുനിക്ക് വസ്ത്രം പോലെ ധരിപ്പിച്ചു. സട്ടൈ എന്നാൽ തമിഴിൽ വസ്ത്രം എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് സട്ടേമുനി എന്ന പേര് സിദ്ധിച്ചതെന്ന് പറയുന്നു. എന്നാൽ പൊതുജനങ്ങളും ക്ഷേത്ര പുരോഹിതരും ഭഗവാന്റെ ആഭരണങ്ങൾ അണിഞ്ഞു നിന്ന സട്ടേമുനിയെ കൊള്ളക്കാരനാണെന്ന് കരുതി രാജാവിനെ വിവരം അറിയിച്ചു. എന്നാൽ സട്ടേമുനി തിരുവരങ്കം രംഗനാഥസ്വാമിയുടെ സന്നിധിക്കുള്ളിൽ മറഞ്ഞു. രംഗനാഥസ്വാമി സന്നിധിയിൽ സട്ടേമുനിയുടെ ജീവസമാധിയുണ്ട്. 18 സിദ്ധന്മാരിൽ സട്ടേമുനി സിദ്ധർക്കായി മാത്രമേ പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങൾ ഉള്ളൂ. തിരുവോണം, പുണർദം, പൂയം, തിരുവാതിര എന്നീ നാളുകളിലും ബുധൻ, അമാവാസി, വാസ്തുനാൾ എന്നീ ദിനങ്ങളിലും ശ്രീ സട്ടേനാഥ മഹാമുനി ദർപ്പയാമി എന്ന് കുറഞ്ഞത് 18 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ജപിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ സട്ടേമുനി നിഘണ്ടു 1200, സട്ടേമുനി വാദകാവ്യം 1000, സട്ടേമുനി സരക്കുവയ്പ് 500, സട്ടേമുനി നവരത്നവയ്പ് 500, സട്ടേമുനി വാഗടം 200, സട്ടേമുനി മുൻജ്ഞാനം പിൻജ്ഞാനം 200, സട്ടേമുനി കർപ്പം 100, സട്ടേമുനി ഉണ്മൈ വിളക്കം 51 എന്നിവയാണ്. സട്ടേമുനി ചിങ്ങമാസത്തിലെ മകയിരം നക്ഷത്രത്തിലാണ് ജനിച്ചത്. ജീവിച്ചിരുന്നത് 800 വർഷവും 14 ദിനങ്ങളും ആണ്. ഓം നമഃ ശിവായ. തിരുച്ചിറ്റമ്പലം.